നമസ്കാരം, ഡോക്ടർ ശ്രീദീപൻ, ദ ന്യൂറോളജിസ്റ്റ്. ഞാൻ ഇന്നലെ ഒരു ലാബിൽ കണ്ട ഒരു വിചിത്രമായൊരു ഷോ പീസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് അതൊരു ടാപ്പാണ്. ടാപ്പിൽ കൂടെ വെള്ളം ഒഴുകുന്നു. ആ വെള്ളം ഒരു കണ്ടെയ്നറിലേക്ക് വീഴുന്നു. ഈ കണ്ടെയ്നർ ഓവർഫ്ലോ ആകുന്നില്ല. ഞാൻ ഈ ടാപ്പിൻ്റെ പുറവശത്ത് നോക്കിയപ്പോൾ ടാപ്പ് പൈപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. പക്ഷേ എന്നാൽ നമുക്കറിയാൻ പറ്റും അതിൽ കൂടെ വെള്ളം ഒഴുകുന്നതായിട്ട് നമുക്ക് ആ ഒരു ഫീല് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് ഒരു ടൈപ്പ് ഓഫ് ഫൗണ്ടൻ ആണത്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് കണക്റ്റഡ് ആണ് ഈ ടാപ്പിൻ്റെ താഴെ. അതിൽ കൂടെ വെള്ളം ഒഴുകുന്നു. ആ വെള്ളം റീസർക്കുലേറ്റ് ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. ഒരു മോട്ടർ വെച്ചിട്ട് ആ ഗ്ലാസ് ട്യൂബിൻ്റെ ഉള്ളിൽ കൂടി തന്നെ റീസർക്കുലേറ്റ് ചെയ്ത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു സർക്കുലേഷൻ അവിടെ മെയിൻറ്റെയിൻഡ് ആയിരിക്കുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഇത് നമ്മുടെ ബ്രെയിനിലും സംഭവിക്കുന്ന കാര്യമല്ലേ എന്നൊരു റിയലൈസേഷൻ എനിക്ക് വന്നു. 3 കാര്യങ്ങളാണ് എനിക്കതിൽ നിന്ന് മനസ്സിലായത്. ഒന്നാമത്തത് നമ്മുടെ ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഇല്ലേ, തലച്ചോറിൻ്റെ പുറത്തുള്ള തലച്ചോറ് ബോയൻ്റായിട്ട് കിടക്കുന്ന ആ ഫ്ലൂയിഡ് തലച്ചോറിൽ നിന്ന് ഉണ്ടാകുന്നു, സർക്കുലേറ്റ് ചെയ്യുന്നു, റീഅബ്സോർബ് ചെയ്യുന്നു. അപ്പം അറ്റ് എ ടൈം, അതായത് ഒരു സമയത്ത് എപ്പോഴും ഒരു 150 ml വെള്ളം മാത്രമേ ആ സിസ്റ്റത്തിൽ ഉണ്ടാവുള്ളൂ. എന്നാൽ 500 ml CSF ഉണ്ടാവുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പം അത് ഇറ്റ്സ് എ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ രണ്ടാമത്തെ ഒരു റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ കൂടെയുള്ള ബ്ലഡ് ഫ്ലോ, അല്ലെങ്കിൽ ശരീരത്തിൽ കൂടെ തന്നെയുള്ള ബ്ലഡ് കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അത് നിൽക്കുന്നതേ ഇല്ല. അതായത് ഹൃദയത്തിൽ നിന്ന് രക്തം പമ്പ് ചെയ്ത് പുറത്തേക്ക് പോകുന്നു, അതുപോലെ തന്നെ രക്തം തിരിച്ച് ഹൃദയത്തിലേക്ക് വരുന്നു. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ സിസ്റ്റം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ ഒരു റിയലൈസേഷനാണ് നമ്മുടെ ശരീരത്തിലുള്ള നെർവ്സ്, അതായത് ഞരമ്പുകളിൽ കൂടെയും ഈ ടു ആൻഡ് ഫ്രോ, അങ്ങോട്ടും സിഗ്നലുകൾ പോയിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങോട്ടും സിഗ്നലുകൾ വന്നുകൊണ്ടിരിക്കുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ദ സിഗ്നൽസ് ആർ സർക്കുലേറ്റിംഗ്. അപ്പം എനിക്ക് മനസ്സിലായത് ഈ ദ ഹോൾ ലൈഫ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ഫ്ലോ. ഈ ഫ്ലോ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? ഉദാഹരണം, CSF അതിൻ്റെ സർക്കുലേഷൻ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറിനകത്തുള്ള പ്രഷർ കൂടി ഹൈഡ്രോകെഫാലസ് എന്നൊക്കെ പറയുന്ന ചില സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ രക്തക്കുഴലിൻ്റെ ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാകാം. അതുപോലെ ഞരമ്പുകൾക്ക് ബ്ലോക്ക് അഥവാ ഞെരുക്കം അഥവാ എന്തെങ്കിലും രീതിയിലെ തടസ്സം വന്നാൽ ന്യൂറോപ്പതി അല്ലെങ്കിൽ എപ്പിലെപ്സി തുടങ്ങിയ പ്രശ്നങ്ങളും ഉണ്ടാകാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ആ ഫ്ലോ മെയിൻറ്റെയിൻഡ് ആയിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. നന്ദി.